എന്തരാ മൊണ്ടിയും കൊണ്ട് വന്നേക്കും. അല്ലെങ്കിൽ ചെറുക്കൻ വീട്ടിന്റെ മണ്ടേ കയറി വരാൻ പറയൂ. എന്താടാ അളിയ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നീ ചാർലി സിനിമ കണ്ട ദുൽഖറിന്റെ അതേപോലെ അവൻ മരിച്ചു എന്നും പറഞ്ഞ അതിലൊരു സീനുണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഒന്ന് വിഷമത്തി ഇങ്ങനെ അവനെ കാണാൻ വരും. അതേ ഒരു പ്ലാൻ ഞാനും കൂടെ ചെയ്താലോ എന്നൊരാഗ്രഹം. നന്നായിരിക്കും. അതിന് ഇവിടെ എന്തരി? അളിയ നീ നേരെ എൻ്റെ വീട്ടിൽ പോകണം. എന്നിട്ട് പറയണം ഞാൻ ഒരു ഒഴുക്കിപ്പെട്ട് ഒരു പുഴയിൽ അങ്ങ് പോയി തീർന്നു. എങ്ങനെയുണ്ട്? അതൊക്കെ വേണോ? വേണം. എൻ്റെ മരണ വാർത്ത കേട്ട് എത്ര പേര് വിഷമിക്കണം. എനിക്കതൊന്ന് അറിയണോ അളിയ. നീ ഹെൽപ്പ് ചെയ്യും പ്ലീസ്. ഞാൻ പറയാം, പക്ഷെ എന്തെങ്കിലും ഞാണി വന്നാ നീയാണ് ഉത്തരവാദി. നീ പോയിട്ട് വാ. 2 hours later. വാ എന്തരേ? എടാ അത് പിന്നെ പൊട്ടാ, ഇത് നമ്മളെ അഭിനയമല്ലേ. അവരല്ലേ വിഷമിക്കാനുള്ള, നീ എന്തിനു വിഷമിക്കണ? ഞാൻ ഇവിടെ ഇല്ലേ. അയ്യോ, വീട്ടിൽ നിന്ന് ആരെങ്കിലും തളർന്നു വീണ? നമ്മൾ വിചാരിച്ച പോലെ അല്ലടാ. എടാ നീ ഒന്ന് കാര്യം പറ. അവര് ഭയങ്കര വിഷമത്തില്ല. എന്നാ വാടാ നമുക്ക് വീട്ടിലോട്ട് പോവാം. അതല്ലേ നീ അങ്ങോട്ട് പോണ്ട. നീ മരിച്ചെന്ന് പറഞ്ഞപ്പോഴേ ആ നാട് മൊത്തം ഹാപ്പി. നാട്ടുകാർ തൻ്റെയൊക്കെ എൻ്റെ കൂടെ പണ്ടേ അസൂയ. അത് വിട്. എൻ്റെ പെണ്ണ നാട്ടുകാരെക്കാളും സന്തോഷം നിന്റെ ഭാര്യക്ക്. പെണ്ണ് രക്ഷപ്പെട്ടില്ലേ നിന്റെ കയ്യിൽ നിന്ന്. അപ്പം അമ്മേ? നീ കാരണമല്ലേ നിന്റെ അനിയൻ വീട്ടിൽ വരാത്ത. നിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോ ആ വീട്ടിൽ വന്ന്, അതുകൊണ്ട് അമ്മ ഹാപ്പി. പിന്നെ ആകെ നിന്റെ വീട്ടില് ഇച്ചിരിയെങ്കിലും വിഷമമുള്ളത് നിന്റെ അച്ഛന് മാത്രമാണ്. അച്ഛന് പാവം, അങ്ങനെ ഞാൻ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. നീ മരിച്ചോണ്ടല്ല, നിന്റെ ബോഡി ഒഴുകിപ്പോയെന്നല്ലേ പറഞ്ഞത്. ബോഡി കിട്ടിയില്ലല്ലോ. ബോഡി കിട്ടിയാലേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ബോഡി കിട്ടാത്തതിന്റെ വിഷമം. അഴുക്ക പരിശകള് നോക്കിയോ. വാ വീട്ടിൽ പോവാം. പോണ്ടോ? നീ ഇന്ന് പോണ്ട. നിന്നെ കാരണം ഇന്നെങ്കിലും അവരൊന്ന് സന്തോഷിച്ചോട്ടെ.